ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ബേസിക്കലി ഇറ്റ് ഈസ് ഫോർ ബോയ്സ് ഓർ ജെൻസ്. വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഈസ് ദാറ്റ് എന്താണ് ഗേൾസ് ഒരു ആൺകുട്ടിയിൽ നിന്ന് ഇൻ എ റിലേഷൻഷിപ്പ് ഓർ ഇൻ എ മാരേജ്, വാട്ട് എവർ യു ക്യാൻ കോൾ ഇൻ വാട്ട് എവർ വേ, ആ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരു ആൺകുട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്താ ഇതൊരു അക്കാഡമിക് ചാനലല്ലേ, വൈ യു ആർ ടെല്ലിങ് ഓൾ ദീസ് തിങ്സ് ടു അസ് എന്നൊരു ചോദ്യം വരാം. ബട്ട് ഈവൻ ദോ ഇറ്റ്സ് ആൻ അക്കാഡമിക് ചാനൽ, ലൈഫിലെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാർട്ട് മാത്രം ലൈഫിൽ അങ്ങ് വികസിച്ച് വലുതാവുന്നതല്ല. എവ്രി പാർട്ട് ഇൻ യുവർ റിലേഷൻഷിപ്പ്, ഇൻ യുവർ അക്കാഡമിക്സ്, ഇൻ യുവർ ജോബ് ഡിസിഷൻ മേക്കിംഗ്, അല്ലേ, റിലേഷൻഷിപ്പ് എവരിവെയർ. ഈവൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വിത്ത് വൈഫ്, വിത്ത് യുവർ ഫാമിലി, എവരിവെയർ, എല്ലായിടത്തും നമ്മൾക്ക് ഈവൻ 90% എല്ലായിടത്തും എത്തിയില്ലെങ്കിലും ഓൾമോസ്റ്റ് യു ഹാവ് ടു ബി അപ് ടു ഒരു 60% എങ്കിലും എല്ലാ ലെവലിലും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വിൽ ബി ഇൻ ദ ടോപ്പ് ഓഫ് അവർ കരിയർ, നന്നായി പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി, യു ആർ എ ഗുഡ്, യു വിൽ ഗെറ്റ് ഇൻ IIT ഓർ ടോപ്പ് കോളേജിൽ നമുക്ക് കിട്ടി, നമ്മൾ പഠിച്ചു, മാർക്ക് കിട്ടി, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി, എല്ലാം കിട്ടി. ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് ഇമോഷണൽ ഇൻ്റലിജൻസ്, പീപ്പിൾ വിൽ യൂട്ടിലൈസ് യു. ഈവൻ നമ്മൾ വിചാരിക്കും പേരൻസാണ്, എല്ലാ പേരൻസും അങ്ങനെയൊന്നുമല്ല. പേരൻസ് പറയുന്ന എല്ലാം നമുക്ക് നല്ലതിനാണ്. ബട്ട് ദെയർ ആർ പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. യു ഹാവ് ടു നോ അബൌട്ട് എവറിത്തിങ്. സോ അങ്ങനെയുള്ള വൺ ഓഫ് ദ തിങ്. സോ ആ ഒരു ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ വെനെവർ യു ഗെറ്റ് ടൈം യു ഷുഡ് വാച്ച് ഓൾ ദീസ് തിങ്സ്, ബിക്കോസ് all these things will help to shape your life, help to shape your കരിയറിനെ ഷേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫിന് ഒരു ഗുഡ് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഞാനൊരു മൊറാൽ സയൻസ് ടീച്ചറിനെ മാതിരി പറഞ്ഞ് മൊറാലിറ്റി എല്ലാവരും ഇങ്ങനെ പോകണം അങ്ങനെയൊന്നുമല്ല. യു ക്യാൻ ജസ്റ്റ് വാച്ച് ദിസ് തിങ്, ബിക്കോസ് ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ നമ്മൾ എപ്പോഴും പറയും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോൾ, അല്ലെ വെൻ യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകുന്നു, പെട്ടെന്ന് ഒരാളങ്ങ് അങ്ങനെയുള്ള കേസിൽ സംതിങ് വിൽ ഹാപ്പൻ ടു ബോത്ത് ദ പാർട്ടീസ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. പലരും പെൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത്, അപ്പോൾ ഷീ ഈസ് ഫിസിക്കലി യൂസ്ഡ് ഓർ അബ്യൂസ്ഡ്, അല്ലേ, അത് പറയാറുണ്ട്. ബട്ട് സെയിം വേ ദ മെൻ്റൽ ട്രോമ ഓർ ഇമോഷണൽ ട്രോമ ഒരു ആൺകുട്ടിക്ക് കിട്ടുന്നത് ഇറ്റ്സ് ഓൾസോ വെരി ബിഗ്. പലരും സൂയിസൈഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക്, അതൊക്കെ നമുക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഡിപ്രസ്ഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ബട്ട് ചില കാര്യങ്ങൾ നമുക്ക് തോന്നും ഇയാൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്. ബട്ട് അതിനുള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പം ഈ ഒരു ട്രോമയായിരിക്കും. അത് ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ദാറ്റ് ട്രോമ അത് ഉള്ളിലുണ്ടാവും. സോ ഹൗ ക്യാൻ വി അവോയ്ഡ് സച്ച് തിങ്സ്? അതൊക്കെ നമ്മൾക്ക് ബേസിക്കലി ഹൗ ദിസ് ഗേൾസ് ബിഹേവ്സ് ഓർ വാട്ട് എ ഗേൾ വാണ്ട് ഫ്രം യു പീപ്പിൾ, അതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇറ്റ്സ് ആക്ച്വലി എന്താ പറയുക, ഒരു പ്രിക്കോഷൻ കൂടി ആയിരിക്കും. സോ വാട്ട് ആക്ച്വലി എ ഗേൾ നീഡ്. അപ്പം നമ്മൾ ഓർക്കും ഇവൾ പറയുന്ന പല ആൺകുട്ടികളും പറയുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ ഇവൾ എന്ത് പറഞ്ഞോ, ഈവൻ ഭർത്താക്കന്മാരാണെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ഇവൾ എന്ത് പറഞ്ഞു, എൻ്റെ ഭാര്യ എന്ത് പറഞ്ഞു അതേപോലെയൊക്കെ ഞാനൊക്കെ ചെയ്തു കൊടുത്തു. ബട്ട് അറ്റ് ദ എൻഡ് ഒരുപക്ഷെ അവൾ വെൻ ഇറ്റ് കംസ് ടു എ സീരിയസ് റിലേഷൻഷിപ്പ്, ഒരു സീരിയസ് മാരേജ് ഒക്കെ ആയപ്പോൾ ചിലപ്പോൾ 3-4 വർഷമൊക്കെ നല്ല ഒരു റിലേഷൻഷിപ്പിൽ പോയ ആൾക്കാരായിരിക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ ലൈക്ക് ഒരു എന്താ പറയുക, ഒരു കമ്മിറ്റ്മെൻറ്റ് വരേണ്ട സമയത്ത് അല്ലെങ്കിൽ ഒരു മാരേജിൻ്റെ ഡിസിഷൻ വരേണ്ട സമയത്ത് ഒരുപക്ഷെ ആ പെൺകുട്ടി ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവും. സോ അതൊരു ട്രോമയായിട്ട് ഒരുപക്ഷെ കല്യാണം കഴിക്കാൻ പറ്റാതെ, പിന്നെ ഒരു മാരേജിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും മോശമാണ്, എല്ലാ പെൺകുട്ടികളും മോശമാണ് എന്നും പറഞ്ഞിട്ട് ഓരോരോ ഈ പറഞ്ഞല്ലോ ആത്മീയ ഗുരുക്കളുടെയൊക്കെ പിന്നാലെ പോകുന്ന ലൈഫ് വെറുതെ എല്ലാ തരത്തിലും പൈസയുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. സോ വാട്ട് ഗേൾ ആക്ച്വലി നീഡ്സ്, ഏതൊരു പെൺകുട്ടിയും എക്സെപ്ഷൻ ചിലപ്പോൾ 1% ഒക്കെ കാണുള്ളൂ, ബാക്കി എല്ലാ പെൺകുട്ടികളും ഒരു ആൺകുട്ടിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന, അല്ലെ ഒരു അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു ഹസ്ബൻഡിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he should be a strong personality. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻ ദി സെൻസ് ഓഫ് ഒരു ഫിസിക്കൽ സ്ട്രോങ്, അവൻ 5-6 മസിലൊക്കെ ആയിട്ട് 10 പേരെ നമ്മളെ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഇടിച്ച് തെറിപ്പിച്ച്, അല്ലെങ്കിൽ ബൈക്കിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള ഹൈഫൈ ബൈക്കൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ പറപ്പിച്ച് പോകുന്ന, നോട്ട് ഇൻ ദാറ്റ് സെൻസ്, ആ ഒരു സെൻസിലല്ല. ബട്ട് വെൻ ഹി ഓർ ഷീ വാണ്ട്സ് ടു ടേക്ക് എ ഡിസിഷൻ, he will help him.
ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അവൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഓരോരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ ആര് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്ന എല്ലാ മണ്ടത്തരങ്ങളും അവനങ്ങ് അംഗീകരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അവൾ ആദ്യം അപ്പം നമുക്കും തോന്നും, അല്ലെ ആസ് എ ബോയ് നമുക്ക് തോന്നും അവൾ പറയുന്നതല്ലേ ഇത് എത്ര മണ്ടത്തരമാണെങ്കിലും ചെയ്യാം, അവളെ സന്തോഷിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പം നമ്മളതൊക്കെ ചെയ്തു പോകുന്നത്. ബട്ട് അവൾ എന്താണ് ആക്ച്വലി ഇറ്റ് മേ ബി എന്താ പറയുക, നിങ്ങൾക്ക് മുന്നിൽ ഇട്ട് തരുന്ന ഒരു ട്രിക്ക് എന്ന് പറയത്തില്ല, ഒരു ട്രിക്കായിരിക്കാം. അതായത് നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നറിയാനായിട്ടുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് അവൾ എടുക്കുന്നതായിരിക്കാം. അതായത് ഇപ്പം ഞാൻ പറയുന്ന എല്ലാം എൻ്റെ ഒരു ലവർ അല്ലെങ്കിൽ എൻ്റെ ഒരു ഹസ്ബൻഡ് ഞാൻ എന്ത് മണ്ടത്തരം പറയുവാണെങ്കിലും അയാൾ ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ ആ പെൺകുട്ടി എന്താ വിചാരിക്കുന്നത്, ഹീ ഈസ് വെരി, അവന് ഒരു കോൺഫിഡൻസും ഇല്ല, ഞാൻ പറയുന്ന എല്ലാം ചെയ്യും, അവനൊരു മണ്ണുണ്ണിയാണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു മണ്ണുണ്ണിയാണെന്നാണ് കരുതുക. അപ്പോൾ അവൾ എന്താ വിചാരിക്കുന്നത്, ഇവൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും ഇവൻ ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ ഇവൻ്റെ സഹോദരി എന്ത് മണ്ടത്തരം പറഞ്ഞാലും അതൊക്കെ ഇവൻ സമ്മതിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇവൻ്റെ ഫ്രണ്ട് ആർക്ക് വേണമെങ്കിലും ഈ ഒരു പയ്യനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അവളുടെ മനസ്സിലുള്ള ചിന്ത. ഒരുപക്ഷെ അവൾ ചിലപ്പം ഒരുപക്ഷെ നല്ല മനസ്സുള്ള ആളാണെങ്കിൽ ആദ്യമേ തന്നെ അത് ബ്രേക്കപ്പ് ആയി പോവും, വേറെ ആരെങ്കിലും കണ്ടുപിടിക്കും. അതേസമയം അവൾ വിചാരിക്കും കുറേ കാലം ഇവനെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കാം അറ്റ് ദ എൻഡ്. ബട്ട് അവളുടെ മനസ്സിൽ അവൾ തീരുമാനിച്ചിട്ടുണ്ടാവും, അല്ല ഇവൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ വാട്ട് ഷീ വാണ്ട്സ് ഈസ് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി. എന്നാൽ അതേസമയം നമ്മളോട് ഭയങ്കര റഫായിട്ട് പെരുമാറുന്ന ആളും ആയിരിക്കരുത്. സ്ട്രോങ് പേഴ്സണാലിറ്റി ഇൻ ദ സെൻസ് മീൻസ് ഞാൻ പറയുന്ന എല്ലാത്തിനും എതിർക്കുക, അങ്ങനെയല്ല. റീസണബിൾ ആയിരിക്കുക. ലോജിക്കലി നമുക്ക് ചിന്തിച്ചാൽ ഞാൻ പറയുന്ന ഒരു കാര്യം ശരിയല്ല, യു ആർ ടെല്ലിങ് മണ്ടത്തരമാണ് ഞാൻ പറയുന്നത് എന്ന് ആ പയ്യൻ എന്നെ മനസ്സിലാക്കിപ്പിച്ചാൽ, അവൻ നീ ഇപ്പം ഈ കാര്യം പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, വാട്ട് യു ആർ ടെല്ലിങ് ഈസ് നോട്ട് കറക്റ്റ്, ഐദർ മോറലി ഓർ വാട്ട് എവർ വേ, ഇത് ചെയ്യുന്നത് ശരിയല്ല, അത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കാര്യങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആയി പറയാൻ പറ്റിയാൽ, അപ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ട? അങ്ങനെ സ്ട്രോങ് ആയി പറയണമെങ്കിൽ വാട്ട് യു ആക്ച്വലി യു നീഡ് ദാറ്റ് കോൺഫിഡൻസ്. അല്ലേ, ഇവള് പോവുമോ, എനിക്ക് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് വേണ്ടത്, പക്ഷേ അവൾ പറയുന്ന എല്ലാം ഞാൻ എന്തെങ്കിലും നോന്ന് പറഞ്ഞാൽ അവൾ എന്നെ വിട്ടുപോകുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്റ്റാൻഡ് എവിടെയാണ്? നമ്മൾ ഭയങ്കര താഴെയാണ്. അപ്പം നാളെ ഇവൾ വേറെ പല 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 കാര്യങ്ങൾ പറഞ്ഞാൽ അതിലൊക്കെ നമ്മൾ എന്താകും? നമുക്കൊന്നും എതിർത്ത് പറയാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരും. സോ ബെറ്റർ നോട്ട് ടു ഗോ ഇൻ സച്ച് എ റിലേഷൻഷിപ്പ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾക്ക് വേണ്ട, ആസ് എ ബോയ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യു നീഡ് ദാറ്റ് കോൺഫിഡൻസ്. അപ്പോൾ നമുക്ക് ബേസിക്കലി കോൺഫിഡൻസ് എങ്ങനെയാണ് വരുന്നത്? യു വിൽ ഗെറ്റ് ദാറ്റ് കോൺഫിഡൻസ് വെൻ യു ഹാവ് ഗോട്ട് യുവർ ഓൺ മണി. അല്ലേ, നിങ്ങൾ നല്ല ജോലി ചെയ്ത് നല്ലതായിട്ട് സമ്പാദിച്ച് വെൻ യു ഗെറ്റ് ദാറ്റ് ഇൻകം യു വിൽ ഗെറ്റ് ദാറ്റ് കോൺഫിഡൻസ് ഓൾസോ. ഈവൻ മൈ ഓൺ മദർ, എൻ്റെ സ്വന്തം അമ്മ പറയുന്ന ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കുറേ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. യുവർ ഓൺ ബോഡി, നമ്മൾ പറയാൻ ഭയങ്കര സെൽഫിഷ് ആവുന്നു. ബട്ട് ഇന്ത്യയിൽ അങ്ങനെ സെൽഫിഷ്, നമ്മൾ അവനവന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അതെന്തോ ഒരു കുറ്റം മാതിരിയാണ് കാണുന്നത്. അങ്ങനെയല്ല, നിങ്ങളുടെ ജോലിക്ക് പോകണം, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഫംഗ്ഷനും എൻ്റെ അമ്മാവും വരുന്നു. ഈ അമ്മാവനെ പല ആൺകുട്ടികളുടെയും പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ വെക്കേഷൻ ആകുമ്പം നിങ്ങൾ ഇച്ചിരി കൂടെ കഴിഞ്ഞു കോളേജിലൊക്കെ പോകുമ്പോൾ എൻ്റെ അമ്മാവൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്, നീ വിളിച്ചുകൊണ്ട് പോവാ, എൻ്റെ ഇന്നയാൾ, എൻ്റെ സഹോദരൻ വന്ന് ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകും, എൻ്റെ സഹോദരി വന്ന് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവരുടെ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കുട്ടികളുടെ ടൈമെല്ലാം ഇങ്ങനെ വണ്ടി ഓടിക്കാനും ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങനെയുള്ള അൺപ്രൊഡക്റ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം, എനിക്കിപ്പോൾ ഇച്ചിരി പഠിക്കാനുണ്ട്, വണ്ടി അറേഞ്ച് ചെയ്ത് ഓട്ടോ ഞാൻ വിളിച്ചു തരാം, കൊണ്ടുപോക്കട്ടെ. സോ എല്ലാത്തിനും നമ്മൾ പോകേണ്ട കാര്യമില്ല, അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്തിനൊക്കെ പോകണം, നമ്മൾ ഈവൻ ആഫ്റ്റർ നിങ്ങളുടെ ജോലി കിട്ടിക്കഴിഞ്ഞാലാണെങ്കിൽ തന്നെ, ഇപ്പം ഞാൻ ഇപ്പോഴേ നിങ്ങളോട് ഇതൊക്കെ പറയുന്ന ഒരുപക്ഷെ നിങ്ങൾക്ക് ഓക്വേർഡായി തോന്നിയേക്കാം, ആഫ്റ്റർ ജോബ് ഞങ്ങൾ വലുതാകുമ്പോൾ ചെയ്യേണ്ട കാര്യം. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കാനോ കേൾക്കാനോ പോലും ഉള്ള സമയം ഉണ്ടാവില്ല. ബിക്കോസ് യു വിൽ ബി ഫാമിലി നോക്കണം, വീട് നോക്കണം, ജോലി നോക്കണം, എവറിത്തിങ് യു വിൽ ബി സ്ട്രെസ്ഡ്. സോ ഇപ്പം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെയൊക്കെ ഇട്ട് തന്നാൽ യു വിൽ തിങ്ക് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് വന്നോളും. സോ ഇറ്റ്സ് ആക്ച്വലി എന്താ പറയുക, ഒരു മെൻറ്റൽ മസാജ് എന്ന് പറയാം. നിങ്ങളുടെ മെൻറ്റലിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ ലൈഫിൽ ചിന്തിക്കണം. നമ്മൾ പുസ്തകം പഠിക്കണം, എഴുതണം, നല്ല മാർക്ക് വാങ്ങണം. ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ലൈഫ്, വൺ പാർട്ട് ഓൺലി. ബാക്കിയുള്ള പാർട്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം അത് പിന്നെ പറയാം. ഓക്കെ, സോ ഓൾ ദീസ് തിങ്സ് ഐ വിൽ ടെൽ, ബട്ട് ഹിയർ ഫോക്കസ് ഓൺ ഓൾ ദീസ് തിങ്സ്. കാരണം ഇപ്പം യു ഹാവ് ടു ഫോക്കസ് ഓൺ ടു ബിൽഡ് ദാറ്റ് കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വളർത്താൻ വേണ്ടി യു നീഡ് ടു ഗെറ്റ് എ ഗുഡ് ജോബ്.
അല്ലേ, ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ബിസിനസ് ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒന്നുമില്ല. സോ ഹൗ യു ക്യാൻ, നിങ്ങൾ നന്നായി പഠിക്കുക. നിങ്ങൾ ഈ പഠിക്കുന്ന സമയമെല്ലാം ഇങ്ങനെയുള്ള ഞാൻ അൺവാണ്ടഡ് എന്ന് പറയുന്നില്ല, യു നീഡ് ടു, നിങ്ങൾ പെൺകുട്ടികളായിട്ട് സംസാരിക്കണം. ആരോടും മിണ്ടാതെ, ആരോടും പെൺകുട്ടികളോട് സംസാരിക്കാൻ പോലും അറിയാത്ത പലരെയും ഞാൻ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് മിണ്ടേണ്ടതെന്ന് പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ കൈകാൽ വിറയ്ക്കുക, അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും നാട്ടിലുണ്ട്. സോ അങ്ങനെയൊന്നും അല്ലാതെ യു ഷുഡ് നോ ഹൗ ടു ടോക്ക് ടു ദം. പക്ഷേ ഇൻ എ സീരിയസ് റിലേഷൻഷിപ്പിൽ നമ്മൾ പോയി നമ്മളുടെ മനസ്സും ശരീരവും ഒക്കെ ഒരു നമ്മൾ നെഗറ്റീവായി പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിപ്രഷനിലേക്ക് നമ്മളെ ഉയർത്താത്ത ഒരു സ്റ്റേജിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. എവറി ഗേൾ വാണ്ട് സംബഡി ഹൂ ഈസ് മോർ പവർഫുൾ, മോർ സ്ട്രോങ്ങർ, എല്ലാ രീതിയിലും അവർക്ക് ആ ഡിസിഷൻ മേക്കിംഗ്. കാരണം സ്ത്രീകൾക്ക് എപ്പോഴും ഹൈലി ഇൻസെക്യൂറാണ് അവർ. നമ്മൾ വിചാരിക്കും പല സ്ത്രീകൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന്. അങ്ങനെ സ്ട്രോങ് ആയി വരുന്നവരെന്ന് പറയുന്നത് മെയിൻലി അവർക്ക് ഒരു ഫാദർലി ഫിഗർ അങ്ങനെയുള്ളതിനും ഒരുപാട് റീസൺസ് ഉണ്ട്. ബട്ട് അവർ പോലും ഇൻ ദെയർ ഡീപ്പ് ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല, ഇൻ ദെയർ ഡീപ്പ് അവരുടെ ഹാർട്ടിൻ്റെ ഡെപ്തിൽ അവർ വിചാരിക്കുന്നത് സംബഡി ഷുഡ് ബി ദെയർ ടു പ്രൊട്ടക്റ്റസ് മീൻസ് ടു ടേക്ക് ഡിസിഷൻ. സംബഡി ഷുഡ്. സ്ത്രീകൾ പലപ്പോഴും കണ്ടില്ലേ, ചെറിയ നിങ്ങൾ തന്നെ വീട്ടിൽ നോക്കിയാൽ അറിയാം, ചെറിയ കുറേ ഡിസിഷൻസ് അവരെടുക്കും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു എ ഡിസിഷൻ ലൈക്ക് നിങ്ങളുടെ തന്നെ പേരൻസിനെ നോക്കിയാലും അറിയാം, ഇങ്ങനെയുള്ള കുട്ടികളുടെ കരിയർ, അല്ലെങ്കിൽ നമ്മളൊരു വീട് വാങ്ങുക, സ്ഥലം വാങ്ങുക, അങ്ങനെയുള്ള മേജർ ഡിസിഷൻസ് ഇൻ ലൈഫ് പലപ്പോഴും ആണുങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. സോ പലപ്പോഴും ചിലപ്പോഴൊക്കെ ഗേൾസിന് അല്ലെങ്കിൽ ലേഡീസിന് എടുക്കേണ്ട അവസ്ഥ വരുന്നത് ദാറ്റ് പാർട്ട്ണർ ഈസ് വെരി വീക്ക്. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് പലപ്പോഴും. പക്ഷേ സ്ത്രീകളും വളരെ ബുദ്ധിമുട്ടിയായിട്ടുള്ള നല്ല സ്ത്രീകളും ഒക്കെ ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. ബട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് എടുക്കണം. അതിൽ കൂടുതലും ഇങ്ങനെയുള്ള ഡിസിഷൻസ് എപ്പോഴും എടുക്കുന്ന കണ്ടിട്ടുള്ളത് ആണുങ്ങൾ തന്നെയാണ്. അങ്ങനെ എടുക്കണം എന്ന് തന്നെയാണ് പലപ്പോഴും സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. ചെറിയ ഡിസിഷൻസ് അവരെ എടുക്കട്ടെ. ബട്ട് വലിയ ഡിസിഷൻസ് സ്ത്രീകൾക്കും മിക്കവാറും ഈ ഫിനാൻഷ്യൽ സെക്ടറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും കൂടുതലും ആണുങ്ങളാണുള്ളത്. കാരണം സ്ത്രീകൾ അങ്ങനെയുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലുതായിട്ടൊന്നും ബോധേഡല്ല. ദേ ആർ നോട്ട് ദാറ്റ് മച്ച് തിങ്കിങ് അബൌട്ട് സച്ച് തിങ്സ്. അപ്പോൾ അങ്ങനെയുള്ള ബിഗ് ഡെസിഷൻ എടുക്കാൻ വേണ്ടി കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യണം, അവർക്ക് തോന്നണം. യു ഹാവ് ടു ബി ദാറ്റ് കേപ്പബിൾ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പഠിക്കുക. എലോങ് വിത്ത് നിങ്ങൾ കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ ബിഫോർ ഗോയിങ് ഫോർ സച്ച് എ റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള ലോകത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ട്. എല്ലാം കൂടി ഇൻഡെപ്തായിട്ട് പഠിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മൾ കോളേജിലെ കാര്യങ്ങൾ പഠിക്കുന്നു, അറ്റ് ദ സെയിം ടൈം എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, സ്മോൾ ഇൻവെസ്റ്റിംഗ് ടെക്നിക്സ് നമ്മൾ പഠിക്കുക. അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചൊക്കെ ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മൾക്ക് പൈസയുണ്ട്, പലപ്പോഴും റിയൽ എസ്റ്റേറ്റിൽ ഒരുപാട് മിസ്റ്റേക്സ്, വളരെ യങ്ങായിട്ട് നല്ലതായിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ പറ്റുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട്. ദാറ്റ് ഐ വിൽ ടെൽ യു ഇൻ അനദർ വീഡിയോ. അപ്പോൾ ഹിയർ വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഇസ് ദാറ്റ് ഇപ്പം നിങ്ങളുടെ നല്ലൊരു ഇങ്ങനെയുള്ള കോൺഫിഡൻസ്, കരിയർ, ഇതൊക്കെ നമ്മളുടെ ഇൻപുട്ട്, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ മാക്സിമം ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം. ഈ സമയത്താണ് നിങ്ങൾക്ക് വേറെ ബേർഡനൊന്നും ഇല്ലല്ലോ. യു ഹാവ് ടു ഓൺലി സ്റ്റഡി, ഓൺലി നിങ്ങളെ പേരൻസ് ആർ ദെയർ ടു സപ്പോർട്ട് അസ്. സോ ഈ സമയത്ത് ഇങ്ങനെയുള്ള അൺനെസസറി റിലേഷൻഷിപ്പിൽ പോയിട്ട് അവസാനം ബ്രേക്കപ്പായി. കാരണം എവറി ഗേൾ നീഡ്സ് ഒരു ഷാർട്ടേഡ് ആയിട്ടുള്ള ഒരാളെ ആർക്കും ഇഷ്ടമല്ല. ഇപ്പം നിങ്ങൾ ടൈം പാസിനായിരിക്കും അവർ കുറച്ച് കാലത്തേക്ക് ഒരു കാലം ഇങ്ങനെ പോകുന്നത്. മേ ബി ഫോർ ദം ഇറ്റ്സ് എ ടൈം പാസ്. പക്ഷേ നിങ്ങളത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് അറ്റ് ലാസ്റ്റ് അവർക്ക് നല്ലൊരാളെ കുറച്ചുകൂടെ ഏജിലായിട്ട് കുറച്ചുകൂടെ നല്ല ജോലി, കാരണം നിങ്ങൾ രണ്ടും ഓൾമോസ്റ്റ് ഒരേ ഏജൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അവർക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും സെറ്റിലായിരിക്കും, പക്ഷേ നിങ്ങൾ ആ ഒരു ലെവലിൽ എത്തുന്നുണ്ടാവില്ല. സോ അതുവരെ വെയിറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. അതിനേക്കാൾ നല്ലതായിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഈ കപ്പാസിറ്റിയൊക്കെ ഉള്ള ആൾക്കാർ, ഈ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ പോകും. അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ ആദ്യം അവരും ഓർക്കുന്നുണ്ടാവില്ല, സില്ലി ആയിട്ടായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പർപ്പസ്ഫുള്ളി നിങ്ങളെ ഒരു ടൂളായിട്ട്, അതുവരെയുള്ളൊരു കമ്പനി, കുറച്ച് കാലം ഒന്ന് ജോളിയായിട്ട് പോകാം എന്നൊക്കെ ആയിരിക്കും. ബട്ട് ചില ആൾക്കാർ, ചില ആണുങ്ങളും അങ്ങനെ തന്നെ പെൺകുട്ടികളെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ദിസ് വീഡിയോ ഈസ് ഫോർ ബോയ്സ്. അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പിൽ പാവം പിടിച്ച പല ആൺകുട്ടികളും പോയിട്ട് അവർ ബ്രേക്കപ്പായി, പിന്നെ അതിൻ്റെ സങ്കടവും അതിൻ്റെ ട്രോമയൊക്കെ കാരണം അവർക്ക് പഠിക്കാൻ പറ്റാതെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് കടന്നു പോകുന്ന സ്റ്റേജ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പോകാതെ ദിസ് ടൈം യു യൂട്ടിലൈസ് ഫുള്ളി ഫോർ യുവർ ഇൻപുട്ട്. യു ഹാവ് ടു, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുക. അതേപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇതുപോലെ തന്നെയുള്ള ഫിനാൻഷ്യൽ വീഡിയോസ് വെനെവർ യു ഹാവ് ഗോട്ട് ടൈം, അങ്ങനെയുള്ളൊരു ജനറൽ അവയർനെസ് എല്ലാത്തിനെക്കുറിച്ച്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 4 വാക്ക് നമുക്കും പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തണം. പല കാര്യങ്ങളെക്കുറിച്ചും, ലൈഫിലെല്ലാം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ബേസിക്, എല്ലാം 100% നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒന്നിനെക്കുറിച്ചും അറിയാതെ നമ്മൾ ഒരു സൈഡ് മാത്രം വികസിച്ച് പോയി കഴിഞ്ഞാൽ യു വിൽ ബിക്കം എ ബിഗ് ഫെയിലിയർ. അത് മാത്രം ഡെവലപ്പായി കഴിഞ്ഞാൽ പലരും നമ്മളെ യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക വെനെവർ യു ഗെറ്റ് ടൈം.
ഓക്കെ. സോ അങ്ങനെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ടൈം യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് എനി റിലേഷൻഷിപ്പ് ഓർ എനി സച്ച് തിങ്സ്, ബട്ട് വാട്ട് എ ഗേൾ നീഡ്സ് നിങ്ങളോട് അവർ പറയത്തില്ല. പലപ്പോഴും അവർക്ക് തന്നെ അറിയുന്നുണ്ടായാലും അവർ പറയത്തില്ല, അവർക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് നിന്നെ വേണ്ട, ഇതാണ് റീസൺ എന്ന് അവർക്ക് അവരുടെ മനസ്സിനകത്ത് അറിയാം. ഷീ ഈസ് നോട്ട് ദാറ്റ് മച്ച് ഞാൻ ഉദ്ദേശിച്ച ആ ലെവലിലേക്ക് അത് ഞാൻ പറയും. ഞാൻ എന്ത് മണ്ടത്തരം പറഞ്ഞാലും അവൻ ചെയ്യും എന്ന് വിചാരിക്കുന്ന അവർ മനസ്സിൽ വിചാരിക്കും. ബട്ട് അവർ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് എ ടെസ്റ്റ് ഫ്രം ദം. ഞാൻ ഇത് ഈ മണ്ടത്തരം പറഞ്ഞാലും ചെയ്യുമോ. അപ്പം ഇഫ് യു ആർ ലൈക്ക് നിങ്ങൾ ജെനുവിനാണ്, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, ലോജിക്കല്ല എന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ അവരോട് തുറന്നു പറയാണ്. ഈ കാര്യം നീ പറഞ്ഞ കാര്യം അത്ര ശരിയല്ല, ഇത് മണ്ടത്തരമാണ്, ഇങ്ങനെ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. സോ യു നോ ദാറ്റ് അവർ പിന്നെ ടെസ്റ്റ് ചെയ്യും. ആഫ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് അവർ ടെസ്റ്റ് ചെയ്യും. ഈ പറയുന്ന സാധനം തന്നെ നിങ്ങൾ നിങ്ങളുടെ അമ്മയോടും പ്രയോഗിക്കുന്നുണ്ടോ, നിങ്ങളുടെ സഹോദരിയോടും പ്രയോഗിക്കുന്നുണ്ടോ, നിങ്ങൾ ബാക്കിയുള്ള ഫ്രണ്ട്സിനോടും ഒക്കെ പ്രയോഗിക്കുന്നുണ്ടോ, ദെൻ അവൾക്ക് പ്രശ്നമില്ല. അവർ ചെക്ക് ചെയ്യുന്ന ഇതാണ്, നിങ്ങൾ ഈ പറയുന്നത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണോ, നിങ്ങളൊരു ജെനുവിൻ പേഴ്സൺ ആണോ. അത് എന്നോട് മാത്രമാകുമ്പോഴാണ് ഭാര്യയ്ക്ക് പ്രശ്നം. എൻ്റെ വീട്ടുകാരെ കാണണം, ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ വന്നില്ല. പക്ഷെ അപ്പോഴായിരിക്കും അമ്മ പറയുന്നത്, എടാ എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കല്യാണമുണ്ട്, നീ വേഗം വണ്ടിയെടുത്ത് വന്നേ. അപ്പോഴായിരിക്കും ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവുക, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, എനിക്കിന്ന് ഓഫീസിൽ പോയേ പറ്റൂ, നിൻ്റെ സഹോദരൻ്റെ മോൻ്റെ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഭാര്യയോട് പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും അമ്മ ഇതും കൊണ്ട് വന്നത്. അപ്പോൾ അമ്മയോടും ഇത് തന്നെ പറയുകയാണെങ്കിൽ, അമ്മ എനിക്ക് എല്ലാത്തിനും കൂടെ പോകാൻ ടൈമില്ല, ഇന്ന കാര്യത്തിന് അർജൻറ്റായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് എനിക്ക് പോകാം, ഇന്ന് എന്തായാലും എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് അമ്മയോടും പറഞ്ഞാൽ ഭാര്യയ്ക്കും കുഴപ്പമില്ല, അമ്മയ്ക്കും കുഴപ്പമില്ല. അമ്മ നോക്കുമ്പോൾ എന്താ, അവളുടെ ആ കാര്യത്തിനും പോയില്ല. അതേസമയം ഭാര്യ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടാവും, അമ്മയുടെ കാര്യത്തിന് പോയി, എൻ്റെ കാര്യത്തിന് പോയില്ല. സോ അങ്ങനെ വരരുത്. സോ നിങ്ങൾക്ക് ഇതെല്ലാം ആസ് എ ബോയ്, ആസ് എ ഹസ്ബൻഡ്, ആസ് എ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഭാര്യയെയും അമ്മയെയും കൂടെ മാനേജ് ചെയ്യാനുള്ള കേസാണ്. സോ ഓൾ ദീസ് തിങ്സ് എല്ലാ ലേഡീസും ആഗ്രഹിക്കുന്നത് പവർഫുൾ, സ്ട്രോങ്, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ആണിൻ്റെ കൂടെ ജീവിക്കാനാണ്. സോ ബിക്കം ലൈക്ക് ദാറ്റ്, സോ ദാറ്റ് എവറിബഡി വാണ്ട്സ് ടു ബിക്കം യുവർ വൈഫ്. എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, ബട്ട് എല്ലാവരും ആരാധനയോടെ നോക്കുന്ന ഒരാളായി മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനു വേണ്ടി യു ഹാവ് ടു നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, ബി എ ഗുഡ് ഡീസൻറ്റ്. നമ്മൾ സൊസൈറ്റിയിലെ നല്ല ഒരാളെന്ന് നമ്മൾ പറയത്തില്ലേ, കേപ്പബിളാണ് എന്നാൽ ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരാളാവുക ആവട്ടെ. സോ ഓൾ ദി ബെസ്റ്റ്, ബൈ.